ഞാൻ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഒരു മനുഷ്യന്റെ സൗന്ദര്യം കാണുന്നത് जब मैं बोल रहा हूँ एक मनुष्य का जब सुंदरता हमें कब समझता है, നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തിലാണ്, തന്റെ മുഖത്തിലാണെന്നാണ് ചിന്തിക്കുന്നത്. हम सोचते हैं कि उसके चेहरे से वो सुंदर है. നിങ്ങൾ എല്ലാവരും വളരെ സുന്ദരി സുന്ദരന്മാരാണ്. आप सभी लोग सुंदर सुंदरी हो. ഹല്ലേലൂയ. മുഖത്തിലുള്ള സൗന്ദര്യം അത് എല്ലാവർക്കും ഉണ്ട്. चेहरे से सभी लोग सुंदर होते हैं, യഥാർത്ഥത്തിൽ സൗന്ദര്യം ഇരിക്കുന്നത് അവന്റെ ക്യാരക്ടറിലാണ്. लेकिन असली सुंदरता उसके कैरेक्टर में है, उसके. ഇന്ന് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം എന്നോട് ദൈവാത്മാവ് പറയുന്നത് മെയിൻറ്റെയിൻ യുവർ അനോയിന്റിംഗ്. परमेश्वर कुछ दिनों से मुझे कह रहा है तेरे अभिषेक को तू मेंटेन कर. നിങ്ങളുടെ അഭിഷേകത്തെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. तुम्हारे अभिषेक को तुम मेंटेन करो. അഭിഷേകത്തിൽ അടുത്ത ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് കയറി വരാം. अभिषेक के एक आगे के लेवल में आप जा सकते हो. ആമേൻ. നിങ്ങൾക്ക് കർത്താവിനെ എത്രമധികം ഉയർന്ന നിലവാരത്തിൽ അനുഭവിക്കാൻ കഴിയുമോ അത്രമാത്രം ഉയർന്ന നിലവാരത്തിൽ അനുഭവിക്കാൻ പറ്റും. अब जितना परमेश्वर के समझ पाओगे उतना अच्छा है. എത്രമാത്രം ദൈവത്തെ അനുഭവിക്കാൻ കഴിയുമോ അത്രമാത്രം ദൈവത്തെ അനുഭവിക്കാൻ കഴിയും. अब जितना परमेश्वर को अनुभव कर पाओगे और आप अनुभव कर सकते हो. ഒരു പ്രാവശ്യം ദൈവസ്പർശനം ഏറ്റതിനു ശേഷം एक बार परमेश्वर का स्पर्श होने के बाद ആ സ്പർശനത്തെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വലിയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. उस स्पर्श, അതായത് നിങ്ങളുടെ അഭിഷേകത്തെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. आपके अभिषेक को आप मेंटेन करें. ആമേൻ. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ സ്പർശനത്തെ മെയിൻറ്റെയിൻ ചെയ്യുക. आपको जो पवित्र आत्मा का स्पर्श मिला है उसे आप मेंटेन करें. ഹല്ലേലൂയ. हालेलुया. എങ്ങനെയാണ് നമ്മുടെ അഭിഷേകത്തെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നത്? हम हमारे अभिषेक को कैसे मेंटेन कर सकते हैं? ആമേൻ. നമ്മളുടെ ക്യാരക്ടറിലൂടെയാണ്. हमारे कैरेक्टर के द्वारा.